മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം. ഡൗൺ സിൻഡ്രോം അവസ്ഥയെ മറികടന്ന സംഗീതത്തിൽ ഉയരങ്ങൾ കീഴടക്കിയ അദ്വികയെ സൗഹൃദവേദിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. തുഞ്ചൻപറമ്പിൽ നടന്ന ചടങ്ങ് തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കർ ഉദ്ഘാടനം ചെയ്തു. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന പ്രതിഭകളെ കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും കുടുംബത്തിന് മാത്രമല്ല സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രശസ്ത ഗായകൻ ഫിറോസ് ബാബു തിരൂർ മുഖ്യ പ്രഭാഷണം നടത്തി. ഡൗൺ സിൻഡ്രോം അവസ്ഥയെ അതിജീവിച്ച് ഇന്ത്യയിൽ ആദ്യമായി കീബോർഡിൽ ദേശീയഗാനം ആലപിച്ച് ഉയരങ്ങൾ കീഴടക്കിയ അദ്വികയെ സൗഹൃദവേദി ആദരിച്ചു. തുഞ്ചൻപറമ്പിൽ നടന്ന ചടങ്ങ് തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കർ ഉദ്ഘാടനം ചെയ്തു. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന പ്രതിഭകളെ കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും കുടുംബത്തിന് മാത്രമല്ല സാമൂഹ്യ കൂട്ടായ്മകൾക്കും നാട്ടുകാർക്കും വലിയ ഉത്തരവാദിത്തമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്വികയുടെ ഇപ്പോഴത്തെ നേട്ടം മഹത്തരമാണ്. രാജ്യത്തിന് തന്നെ മറ്റാർക്കും ഇത് നേടാനായിട്ടില്ല. അദ്വികയെ നേട്ടങ്ങൾ ആരംഭിക്കുകയാണിപ്പോൾ. ഇനിയും വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കുക തന്നെ ചെയ്യും. അതിനായി നമുക്ക് കാത്തിരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഒരു എഫോർട്ടിന്റെ ഫലമായിട്ടാണ് ഇത്ര നല്ലൊരു വിജയത്തിലേക്ക് അന്തർദേശീയ തലത്തിൽ തന്നെ തന്റെ വ്യക്തിത്വം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അദ്വികയ്ക്ക് വളർന്നു വരാൻ സാധിച്ചത്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ മറ്റു കുട്ടികൾക്ക് ഇതൊരു പ്രചോദനമായിട്ട് മാറുന്നതാണ് എനിക്ക് പറയാനുള്ളത്. തുഞ്ചൻപറമ്പ് വലിയ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ്. ചരിത്രത്തിന്റെ ഓർമ്മകളുള്ള ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ പോലെയുള്ള അനേകം കലാകാരന്മാർ ഇതിനോട് ചേർത്ത് വെച്ച ഒരു ഭൂമികയാണ് നമ്മുടെ. സൗഹൃദവേദി പ്രസിഡന്റ് കെ പി റഹ്മത്തുള്ള അധ്യക്ഷനായിരുന്നു. പ്രശസ്ത ഗായകൻ ഫിറോസ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. കീബോർഡിൽ മോള് ദേശീയഗാനം വായിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷത്തോടെ പറയാനുള്ളത്. ഞാൻ അധികം വാക്കുകളൊന്നും പറയുന്നില്ല. ഏറ്റവും സന്തോഷത്തോടെ പറയാനുള്ളത് സംഗീതം മരുന്നാവുകയാണ്. കൂടാതെ മുഹമ്മദ് കുട്ടി ഹാജി, കെ കെ റസാഖ് ഹാജി, സമീർ കളത്തിങ്ങൽ, അദ്വികയുടെ പരിശീലകരായ നിർഷാദ് നിനി, ഷാനിബ കച്ചേരിപ്പടിക്കൽ, തിരു ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി പി അബ്ദുറഹ്മാൻ, ഡോക്ടർ എ പി റഹ്മാൻ, ഡോക്ടർ മഞ്ജുഷ വർമ്മ, ശില്പി ഷിബു വെട്ടം, പാട്ടത്തിൽ ഇബ്രാഹിംകുട്ടി, ഡോക്ടർ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. SLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു.